ഇന്ന് നമ്മൾ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു യോഗത്തിന്റെ വിവരങ്ങളിലേക്കാണ് ഇനി പോകേണ്ടത്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം ചർച്ച ചെയ്യാൻ ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരും. വൈകിട്ട് 3:30 ഓൺലൈനായാണ് യോഗം. പുനരധിവാസം 2 ഘട്ടമായി നടപ്പിലാക്കുന്നത് പ്രധാന ചർച്ചയാകും. ഉറ്റവരും വീടും സ്ഥലവും നഷ്ടമായവർക്കാണ് പുനരധിവാസത്തിൽ ആദ്യ പരിഗണന നൽകുന്നത്. വീടുകൾ നിർമ്മിക്കാൻ സന്നദ്ധത അറിയിച്ചവരുമായും സർക്കാർ ഉടൻ ചർച്ച നടത്തും. ആർ ഋഷിപാൽ നമുക്കൊപ്പം ചേരുന്നു തത്സമയം തിരുവനന്തപുരത്ത് നിന്ന്. ഗുഡ് മോർണിംഗ് ആർ ഋഷിപാൽ. വയനാട് പുനരധിവാസം മാത്രം ചർച്ച ചെയ്യുന്നതിനായി ചേരുന്ന മന്ത്രിസഭാ യോഗമാണ്. ഇനിയും കാര്യങ്ങൾ വൈകിപ്പിക്കാനാകില്ല. പ്രത്യേകിച്ചും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടക്കം ഞങ്ങൾ മുന്നോട്ട് വെച്ച സഹായ വാഗ്ദാനത്തിൽ തുടർ നടപടിയില്ല എന്ന് പരസ്യമായി പറഞ്ഞ ഒരു സാഹചര്യം കൂടി നമ്മുടെ മുന്നിലുള്ളപ്പോൾ എന്തൊക്കെയായിരിക്കും ചർച്ചാ വിഷയങ്ങൾ, എങ്ങനെയായിരിക്കും അജണ്ട? ഗുഡ് മോർണിംഗ് സുജയ പാർവതി. ഒന്ന്, ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിന് ശേഷം അതൃപ്തി പുകയുന്നുണ്ട്. അവിടെ പുനരധിവാസം വൈകുന്നതിൽ അത് രാഷ്ട്രീയ പാർട്ടികളടക്കം, അതിൽ പ്രത്യേകിച്ച് കോൺഗ്രസ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിക്ക് പിണറായി വിജയന് കത്തെഴുതി. അതിന് മറുപടി നൽകുമ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് പുനരധിവാസത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി കത്തിൽ പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇതിന്റെ സ്ഥലമേറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന് പരിശോധനകൾ പൂർത്തിയാകുന്നു എന്നും ഈ പരിശോധന സ്ഥലമേറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പരിശോധന പൂർത്തിയാക്കി ആ കാര്യങ്ങളാണ് പ്രധാനമായും അജണ്ടയായി വരുന്നത്. ഒന്ന്, 2 ഘട്ടമായി പുനരധിവാസം പൂർത്തിയാക്കുക എന്നത് ഏറ്റവും നല്ല മാതൃകയിൽ, ഒരു ലോകോത്തര മാതൃകയിൽ പുനരധിവാസം എന്നതാണ് സംസ്ഥാന സർക്കാർ ആദ്യം മുതൽ തന്നെ പ്രഖ്യാപിച്ചത്. അങ്ങനെ ഒരു വാഗ്ദാനമാണ് ഈ വലിയ ദുരന്തത്തിന് ഇരയായവർക്ക് നൽകിയതും. ഒപ്പം തന്നെ ഇതിൽ പ്രഖ്യാപനം നടത്തിയ, വാഗ്ദാനം നൽകിയ ആളുകളുണ്ട്. വീടുകൾ നൽകാമെന്ന്, അല്ലെങ്കിൽ സ്ഥലം വിട്ടു നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത ആളുകൾ, അവരുമായി ആശയവിനിമയം നടത്താൻ ചീഫ് സെക്രട്ടറിയെ തന്നെ സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഒരു വിശദമായ ചർച്ചയാണ്. ഒപ്പം തന്നെ ഇത് ഏതാണ്ട് ഒരു രൂപരേഖ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ആ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. പുനരധിവാസം എങ്ങനെ വേണം, അത് വാഗ്ദാനം ചെയ്തവരുമായി എങ്ങനെ ആശയവിനിമയം നടത്തണം, അത് എങ്ങനെയാണ് നിർമ്മാണം പൂർത്തിയാക്കേണ്ടത്, നിർമ്മാണത്തിന് ഒരു ടീമിനെ ഏൽപ്പിക്കണോ ചുമതല, അങ്ങനെയുള്ള വിശദമായ, കാരണം വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ഇക്കാര്യത്തിൽ. ഓരോ സംഘടനകൾ പ്രഖ്യാപിച്ച വീടുകളാണെങ്കിൽ അവർ തന്നെ നിർമ്മിക്കട്ടെ എന്ന അഭിപ്രായമുണ്ട്. അല്ലാതെ എല്ലാം ചേർന്ന് സർക്കാർ തന്നെ നിർമ്മിക്കുന്നു, അതിന് അവർ പണം കൈമാറുന്നു, അങ്ങനെ ആ രീതിയിൽ വേണം എന്നടക്കമുള്ള വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ അന്തിമ തീരുമാനം ഉണ്ടാവും. തത്വത്തിൽ എത്രയും പെട്ടെന്ന് പുനരധിവാസം പൂർത്തിയാക്കുക എന്നതാണ് എല്ലാവരുടെയും ആഗ്രഹം. ആ ആഗ്രഹത്തിനൊത്ത് സർക്കാർ തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വയനാട്ടിൽ ഈ മുണ്ടകൈ ചൂരൽമലയിൽ ഈ ദുരന്തത്തിന് ഇരയായവർ, അവരെ സ്നേഹിക്കുന്നവർ എല്ലാവരും ആകാംക്ഷയോടെ, അല്ലെങ്കിൽ പ്രതീക്ഷയോടെ തന്നെയാണ് സർക്കാരിൻ്റെ ഇന്നത്തെ സംസ്ഥാന സർക്കാർ മന്ത്രിസഭാ യോഗം, പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങൾക്കായി കാത്തിരിക്കുന്നത്. ഓക്കെ, ആർ റോഷിപാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. റോഷിപാൽ, ഇന്ന് ക്രിസ്മസിന് മുൻപുള്ള അവസാനത്തെ ഞായറാഴ്ചയാണ്. ക്രിസ്മസ് ആഘോഷമൊക്കെ എവിടം വരെ എത്തി തിരുവനന്തപുരത്ത്? സുജയ, ആഘോഷത്തിനൊരു കുറവുമില്ല. തിരുവനന്തപുരത്ത് നല്ല തിരക്കുള്ള സമയമാണെങ്കിലും ആഘോഷം എല്ലാ ദിവസവും ആഘോഷമാണ് തിരുവനന്തപുരത്ത്. എന്തായാലും ഓഫീസിനകത്ത് വളരെ നേരത്തെ തന്നെ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റുകളും ഒപ്പം റിപ്പോർട്ടർമാരെല്ലാവരും ചേർന്ന് ഒരു ക്രിസ്മസിന്റെ മൂഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി കേക്ക് മുറിച്ചുള്ള ആഘോഷമാണ്. ഓക്കെ, നമുക്ക് ആഘോഷ കാഴ്ചകളൊക്കെ വൈകിട്ട് നമുക്ക് പ്രേക്ഷകരെ കാണിച്ചും കൊടുക്കാം. അപ്പോൾ ഉഷാറാവട്ടെ ഇന്നത്തെ ദിവസം.